മൂന്നാറിലെ ഒരു ആഡംബര ഹോട്ടലിൽ 312-ാം മുറിയിൽ നഗ്നമായ രണ്ട് ശരീരങ്ങൾ പാമ്പുകൾ പരസ്പരം കെട്ടിപ്പുണരുന്നതുപോലെ ഇണചേർന്നുകൊണ്ടിരിക്കുന്നു. മുറിയുടെ 4 ചുവരുകളും അവരുടെ ശീൽക്കാര ശബ്ദങ്ങളാൽ മുഖരിതമായിരുന്നു. സമയത്തിന് ശേഷം വിയർത്തു കുളിച്ച ഒരാൾ എഴുന്നേറ്റിരുന്ന് തൻ്റെ ശരീരത്തിൽ നിന്നും മുത്തുകൾ പോലെ ഉതിർന്നു വീഴുന്ന വിയർപ്പ് തുള്ളികൾ ടവൽ കൊണ്ട് തുടച്ചു മാറ്റുന്നുണ്ട്. വളരെയധികം കിതയ്ക്കുന്നുമുണ്ട്. തൻ്റെ കിതപ്പിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അയാൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അടുത്തിരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ച ശേഷം രോമാവൃതമായ തൻ്റെ നെഞ്ച് പതുക്കെ തടവിക്കൊണ്ടിരുന്നു. വിയർപ്പ് തുള്ളികളെല്ലാം ടവൽ കൊണ്ട് തുടച്ച ശേഷം ടവൽ കട്ടിലിൻ്റെ താഴേക്ക് എറിഞ്ഞു. എന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന പെണ്ണിനെ കാമക്കണ്ണുകളോടെ നോക്കി. അവൾ തളർന്നു കിടക്കുകയാണ്. ഒരു വെള്ള പുതപ്പ് പുതച്ചിട്ടുണ്ട്. അയാൾ ആ പുതപ്പ് വലിച്ചൂരി വലിച്ചെറിഞ്ഞു. തൻ്റെ ശരീരത്തിൽ നിന്നും പുതപ്പ് പോയതറിഞ്ഞ് ആ സ്ത്രീ എന്തേ എന്ന മട്ടിൽ അയാളെ നോക്കി. ക്ഷീണിച്ചോ മൈ ഡിയർ ഡാർലിംഗ്? സ്റ്റാമിന തീരെ കുറവാണ് അല്ലേ? ഒരു വഷള ചിരിയോടുകൂടി അവളുടെ നഗ്നമായ ശരീരത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് അയാൾ അവളോട് പറഞ്ഞു. ഞാനൊരു മനുഷ്യ സ്ത്രീയാ, അല്ലാതെ സെക്സ് ഡോളൊന്നുമല്ല. ഇതിപ്പോൾ എത്രാമത്തെ തവണയാ രാജീവ്? കൃത്രിമ ദേഷ്യം മുഖത്ത് വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇത് രാജീവ് മേനോൻ, ഫോറസ്റ്റിൽ റേഞ്ച് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. കൂടെയുള്ളത് അയാളുടെ ദാഹം തീർക്കാൻ വന്ന ഒരു ഹൈ ക്ലാസ് വേശിയാണ്. പേര് സെറീന. നിർത്താതെയുള്ള ഫോണിൻ്റെ വൈബ്രേഷൻ സൗണ്ട് കേട്ടിട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന സെറീന എന്തേ എന്ന മട്ടിൽ രാജീവിൻ്റെ ഫോൺ എടുത്തു നോക്കി. യൂസ്ലെസ് കോളിംഗ്. വാട്ട്? ഇത് കണ്ടപ്പോൾ ആശ്ചര്യപൂർവ്വം ഫോണിലേക്കും രാജീവിൻ്റെ മുഖത്തേക്കും മാറി മാറി സെറീന നോക്കി. വാട്ട്? യൂസ്ലെസ്? ഹു ആർ യു? നൺ ഓഫ് യുവർ ബിസിനസ്. രാജീവ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞ ശേഷം തൻ്റെ ഫോൺ എടുത്ത് ഓഫ് ചെയ്തു വെച്ചു. ഒരു ടർക്കി എടുത്ത് ശരീരത്തിൽ ചുറ്റിക്കൊണ്ട് അയാൾ ബാൽക്കണിയിൽ പോയി നിന്നു. സെറീന ഡ്രസ്സെല്ലാം ധരിച്ച് ബാൽക്കണിയിലേക്ക് വന്നു. രാജീവ്, ഇന്ന് എനിക്ക് പോകണം. നീ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. നാളെ ബാംഗ്ലൂരിൽ എത്താനുള്ളതാണ് എന്ന് പറഞ്ഞ് ഡ്രസ്സുകളെല്ലാം ബാഗിൽ ഒതുക്കി വയ്ക്കാനായി സെറീന മുറിയിലേക്ക് തിരിച്ചുപോയി. ഇന്ന് സെറീനയുമായി തിരിച്ചു പോകണമല്ലോ എന്നോർത്ത് വിഷമിച്ച് രാജീവ് ബാൽക്കണിയിൽ തന്നെ നിന്നു. മൂന്നാറിൽ നിന്നും പുറപ്പെട്ട സമയത്ത് വലിയൊരു തേയിലത്തോട്ടം കണ്ടപ്പോൾ രാജീവ് അവിടെ കാറ് നിർത്തി. എന്താ രാജീവ് ഇവിടെ കാറ് നിർത്തിയത്? സെറീന ആകാംക്ഷയോടുകൂടി ചോദിച്ചു. ഒന്നുമില്ല ഡിയർ, മൂന്നാറിൽ വന്നിട്ട് ഈ തേയിലകളുടെ ഇടയിൽ നിന്നുള്ള ഒരു ഫോട്ടോ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ഓർമ്മയ്ക്കായി നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള ഒരു സെൽഫി എടുക്കണം എന്ന് പറഞ്ഞ് രാജീവ് വഴിയിൽ കാർ ഒതുക്കി നിർത്തി. അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. ഇണക്കുരുവികളെപ്പോലെ അവൻ തോളിലൂടെ കൈയിട്ട് സെറീനയെ ചേർത്ത് പിടിച്ച് പല പോസിലും സെൽഫി എടുത്തു. രാജീവിൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസും എടുത്തു. രാജീവ്, ഞാനുമൊത്തുള്ള ഫോട്ടോ മൊബൈലിൽ നിന്റെ ഭാര്യ കണ്ടാൽ നീ എന്തു മറുപടി അവളോട് പറയും? സെറീന ചോദിച്ചു. എൻ്റെ മൊബൈലിലെ ഫോട്ടോസൊക്കെ ഞാൻ വിചാരിക്കുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഇതിൽ ഞാൻ അങ്ങനെ ഒരു ലോക്കാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഫോൺ തുറന്ന് അതിലെ ഫോട്ടോസ് കാണണമെങ്കിൽ ഞാൻ മരിച്ചാൽ പോലും മറ്റൊരാൾക്കും കഴിയില്ല. രാജീവ് അഹങ്കാരത്തോടെ പറഞ്ഞു. ഓക്കെ ഡിയർ, വാ നമുക്ക് പോവാം. സെറീന പോകാൻ ധൃതി കൂട്ടി. അത് ഒരു ആളൊഴിഞ്ഞ പ്രദേശമായിരുന്നു. പെട്ടെന്ന് രാജീവിൻ്റെ ശ്രദ്ധ സെറീനയുടെ അധരങ്ങളിലായി. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അധരങ്ങളെ കവർന്നെടുത്തു. ദീർഘമായ ചുംബനമായിരുന്നു അത്. കുറച്ചു സമയത്തിന് ശേഷം മനസ്സില്ലാ മനസ്സോടെ അവൻ അവളുടെ അധരങ്ങളെ വേർപെടുത്തി. അപ്പോൾ അവരറിയാതെ 2 ക്യാമറ കണ്ണുകൾ അവരുടെ ചുംബനം ഒപ്പിയെടുത്തു. ഹോ രാജീവ് എന്ന് പറഞ്ഞ് സെറീന അവളുടെ ചുണ്ട് പരിശോധിച്ച് നോക്കി. പൊട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ, ചെറിയ നീറ്റലുമുണ്ട്. എന്നിട്ട് ചെറിയ ദേഷ്യത്തോടു കൂടി രാജീവിനെ നോക്കി. 2 ദിവസം കൊണ്ട് നിനക്കെന്നെ മടുത്തില്ലേ രാജീവ്? മടുക്കുകയോ നിന്നെയോ? ഒരിക്കലുമില്ല. നീ വളരെ പ്രഷ്യസ് ആണ്. നിന്നെപ്പോലെ ഒരുത്തിയെ ഞാൻ അറിഞ്ഞിട്ടേയില്ല. എൻ്റെ 3 മാസത്തെ ശമ്പളം 1 രൂപ പോലും പൊട്ടിക്കാതെയാണ് നിനക്ക് തന്നത്. വില കൂടിയാൽ എന്താ? നീ എനിക്ക് തന്ന ലഹരി എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല സെറീന എന്ന് വളരെ പ്രണയാർദ്രമായി രാജീവ് പറഞ്ഞു.
ഇതുപോലെയുള്ള പൈങ്കിളി ഡയലോഗുകൾ എവിടുന്ന് കിട്ടി രാജീവ്? എത്ര പെൺകുട്ടികളോട് നീ മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇത് കേട്ടപ്പോൾ രാജീവിന് ദേഷ്യം വന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഒന്ന് ഇരുത്തു മൂളിയിട്ട് ശരി ശരി എന്ന് സെറീന പറഞ്ഞു. നിനക്കറിയാമോ സെറീന, മദ്യമൊന്നും ഞാൻ ജീവിതത്തിൽ രുചിച്ചു പോലും നോക്കിയിട്ടില്ല. അതൊന്നും എനിക്ക് ലഹരിയായി തോന്നുന്നേയില്ല. സ്ത്രീ മാത്രമാണ് എൻ്റെ ലഹരി. നിങ്ങളിൽ അലിഞ്ഞു ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, രാജീവ് പറഞ്ഞു. ഹോ, തുടങ്ങി. മതി, ഈ വക പുളിച്ച സാഹിത്യമൊന്നും കേൾക്കാൻ എനിക്ക് തീരെ സമയമില്ല രാജീവ്. എന്നെ വേഗം എയർപോർട്ടിൽ കൊണ്ടാക്ക് എന്ന് പറഞ്ഞ് അല്പം നീരസത്തോടെ സെറീന കാറിൽ കയറിയിരുന്നു. നിരാശയോടെ രാജീവും കാറിൽ കയറി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം മൂത്തേടം തറവാട്ടിലേക്ക് ഒരു സ്വിഫ്റ്റ് കാർ വന്നു നിന്നു. അതിൽ നിന്നും രൂപേഷും അവൻ്റെ അളിയനായ സൂരജും ഇറങ്ങി. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കയറി കോളിംഗ് ബെൽ അടിക്കാൻ കൈ ഉയർത്തിയപ്പോഴേക്കും വാതിൽ തുറന്ന് മാലതി അമ്മ പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്ന് രൂപേഷിനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, മോനെ, എങ്ങനെയുണ്ടാ കുട്ടി? എൻ്റെ മോന് ഇഷ്ടായോ? ഫോൺ വിളിച്ചപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലാലോ. അമ്മയുടെ സംസാരം കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ നിന്ന രൂപേഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ വന്ന സൂരജിൻ്റെ കയ്യിൽ കയറി പിടിച്ച് മാലതി അമ്മ ചോദിച്ചു, എന്താ സൂരജ്, അവന് കുട്ടിയെ ഇഷ്ടായില്ലേ? അത് അമ്മേ, കുട്ടിയെ അവന് ഇഷ്ടായോ എന്തോ എന്നൊക്കെ പറഞ്ഞ് പരിങ്ങി കളിക്കാൻ തുടങ്ങി സൂരജ്. എന്താ സൂരജ് ഏട്ടാ, മൂന്നാറിൽ പെണ്ണ് കാണാൻ പോയപ്പോൾ നിങ്ങൾക്ക് വിക്കും പിടിപെട്ടോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു രൂപ. ഇത് മൂത്തേടം തറവാട്. ആ തറവാട്ടിലെ മാലതി അമ്മയ്ക്ക് 2 മക്കളാണ്, രൂപേഷും രൂപയും. മൂത്തവൾ രൂപയാണ്. പോലീസ് അക്കാദമിയിൽ സീനിയർ ക്ലർക്കായി ജോലി ചെയ്യുന്നു. അവളുടെ ഭർത്താവ് സൂരജ് പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. അവരുടെ ഏക മകൾ മിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രൂപേഷ് കളക്ട്രേറ്റിൽ റവന്യൂ സെക്ഷനിൽ സൂപ്രണ്ടാണ്. 46 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്ത അവിവാഹിതൻ. ഇവരുടെ അച്ഛൻ പോലീസായിരുന്നു. രൂപേഷിന് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ അവരുടെ അച്ഛൻ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അവനേക്കാൾ മുതിർന്നത് ചേച്ചി ആയതുകൊണ്ട് അച്ഛൻ്റെ ജോലി രൂപയ്ക്ക് കൊടുത്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ LD ക്ലർക്കായി ജോലി കിട്ടിയ രൂപേഷ് ഇപ്പോൾ കളക്ട്രേറ്റിൽ സൂപ്രണ്ടായി ജോലി തുടരുന്നു. 46 വയസ്സായിട്ടും കല്യാണം കഴിക്കണമെന്ന ഒരു ചിന്ത പോലും രൂപേഷിനില്ല. ഇപ്പോൾ മൂന്നാറ് ഒരു പെൺകുട്ടിയെ പെണ്ണ് കണ്ടിട്ട് വരികയാണ്. അളിയനും അതിൻ്റെ കോലാഹലങ്ങളാണ് വീട്ടിൽ നടക്കുന്നത്. രൂപേഷ് വന്ന പാടെ മുറിയിലേക്ക് കയറിപ്പോയി. രൂപേഷിൻ്റെ പിന്നാലെ മാലതി അമ്മയും അവരുടെ പിന്നാലെ സൂരജും രൂപയും അകത്തേക്ക് കയറി സോഫയിലിരുന്നു. എന്താടാ രൂപേഷേ, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലേ? ഫോട്ടോയിൽ നല്ല കുട്ടിയായിരുന്നല്ലോ, രൂപ ഉറക്കെ വിളിച്ചു ചോദിച്ചു. എന്താ സൂരജേട്ടാ ഇവനൊന്നും പറയാത്തത്? രൂപ പരിഭ്രമത്തോടെ ചോദിച്ചു. അത് പിന്നെ രൂപേ മോളെ, ഒന്നും പറഞ്ഞു മുഴുവിപ്പിക്കാൻ പറ്റാതെ സൂരജ് കഷ്ടപ്പെട്ടു. എൻ്റെ മനുഷ്യ, മൂന്നാറ് പോയി വന്നപ്പോഴേക്കും നിങ്ങൾക്ക് വിക്കും വന്നോ? എന്താ പറയുന്നത് വെച്ചാൽ വ്യക്തമായി പറയൂ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അത് കേട്ടപ്പോൾ സൂരജിന് ദേഷ്യം വന്നു. നീ ആരോടാ ഈ ചോദിക്കുന്നത് രൂപേ? എനിക്കല്ലല്ലോ പെണ്ണ് കാണാൻ പോയത്, നിന്റെ അനിയനല്ലേ, അവനോട് നീ നേരിട്ട് ചോദിക്കി. മോനെ രൂപേഷേ, ഇറങ്ങി വന്നേ. പെണ്ണു കണ്ടു വന്നിട്ട് നീ കഥ കടച്ച് മുറിയിലിരിക്കുകയാണോ? ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കാര്യം പറഞ്ഞിട്ട് പോടാ, മാലതി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ രൂപേഷ് റൂമിൽ നിന്നും സോഫയിൽ വന്നിരുന്നു. എന്നിട്ട് മാലതി അമ്മയോടും രൂപയോടുമായി ചോദിച്ചു, എന്താ നിങ്ങൾക്കറിയേണ്ടത്? ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ ഒരു കാലിന്മേ മറ്റൊരു കാൽ കയറ്റി വെച്ചിരുന്നു. നിനക്ക് ആ കുട്ടിയെ ഇഷ്ടായോ ഇല്ലയോ? ഇതിനു മറുപടി മാത്രം നീ പറഞ്ഞാൽ മതി, മാലതി അമ്മ പറഞ്ഞു. ഇഷ്ടായോ എന്ന് ചോദിച്ചാ, മെലിഞ്ഞു വെളുത്ത് നല്ല കുട്ടിയാ. പക്ഷേ ആ കുട്ടിയെ എനിക്ക് ഒരു ഭാര്യയായി കാണാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞ് രൂപേഷ് സൂരജിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അത് കണ്ടപ്പോൾ സൂരജിൻ്റെ മുഖത്ത് വെറും പുച്ഛം മാത്രമായിരുന്നു. ഫീലിംഗ് പുച്ഛം അളിയ. അതെന്താ രൂപേഷേ, നിനക്ക് ആ കുട്ടിയെ ഭാര്യയായി കാണാൻ പറ്റാത്തത്? രൂപേഷ് പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ രൂപ ചോദിച്ചു. അത് പിന്നെ ചേച്ചി, ആ കുട്ടിക്ക് നമ്മുടെ ചെറിയമ്മാവൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ, നമ്മുടെ ചിഞ്ചുവിൻ്റെ. ഏകദേശം ഒരു 20 or 21 വയസ്സേ ഉള്ള ചെറിയ കുട്ടിയാണത്.
അങ്ങനെയുള്ള കുട്ടികളോട് എനിക്കൊരിക്കലും പ്രണയം തോന്നില്ല. എനിക്ക് ആ കുട്ടികളോട് വാത്സല്യം മാത്രമേ തോന്നൂ. അതേതായാലും നന്നായി മോനെ. അപ്പോൾ എൻ്റെ മോൻ ഈ ജന്മത്തിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലെന്നർത്ഥം, മാലതി അമ്മ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിവൻ്റെ ഈ വർത്തമാനം കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്, രൂപ ദേഷ്യത്തോടെ പറഞ്ഞു. എടാ സൂരജേ, നിന്റെ പെങ്ങള് സുജയും രൂപയും സെയിം പ്രായമല്ലേ? മാലതി അമ്മ ചോദിച്ചു. അതേ അമ്മേ, സുജയും രൂപയും സമപ്രായക്കാരാണ്, സൂരജ് പറഞ്ഞു. എന്നിട്ട് എന്താടാ നീ അന്ന് എൻ്റെ പെങ്ങളുടെ പ്രായമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ കല്യാണം മുടക്കാഞ്ഞത്? മാലതി അമ്മ വീണ്ടും സൂരജിനോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഒരു കള്ളച്ചിരിയോടെ ഇടക്കണ്ണിട്ട് രൂപേഷിനെ നോക്കിക്കൊണ്ട് സൂരജ് പറഞ്ഞു. അത് പിന്നെ രൂപേഷിൻ്റെ അത്ര ഭ്രാന്തൊന്നും എനിക്കില്ലല്ലോ അമ്മേ. അങ്ങനെ നോക്കിയാൽ ഈ ലോകത്ത് ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ കലി വന്ന രൂപേഷ് സൂരജിനെ കൂർപ്പിച്ചു നോക്കി. എന്താണ് രൂപേഷേ നിന്റെ ഉദ്ദേശം? എനിക്ക് 74 വയസ്സായി. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ ഒരു കുട്ടിയെ കാണണമെന്ന് ഒരു ചെറിയ ആഗ്രഹമേ എനിക്കുള്ളൂ. ആ ആഗ്രഹം നടക്കാതെ എനിക്ക് മരിക്കേണ്ടി വരുമോ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് ഒരല്പം സങ്കടത്തോടു കൂടി മാലതി അമ്മ പറഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ഒരു വിധി! എന്തൊരു ചതിയാ ഇത്! അമ്മയ്ക്ക് മരിക്കണമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണമെന്ന് പോലും. ഇത് എവിടുത്തെ ന്യായമാണമ്മേ? അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് മാലതി അമ്മയോടായി പറഞ്ഞു. അമ്മയുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നത്. എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ കല്യാണം കഴിയുന്നതോടെ തീരും. മകൻ്റെ സ്നേഹം വീതിച്ചു പോകും അമ്മേ. മകന് വേറെ അവകാശികൾ വരും. പിന്നെ ഈ വീട്ടിൽ അമ്മയ്ക്ക് ഒരു സ്ഥാനവും ഉണ്ടാകില്ല. ഞാൻ അമ്മയോട് മിണ്ടുക പോലുമില്ല. ഒരു പെണ്ണിനെ കിട്ടിയാൽ ഞാൻ അവളോട് മാത്രമേ മിണ്ടൂ. അമ്മ ഭാവിയിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് അളിയ ഞാൻ പെണ്ണ് പോലും കെട്ടാത്തത്. അവൻ സൂരജിനെ നോക്കി മുഖത്ത് സങ്കടഭാവത്തിൽ പറഞ്ഞു. എൻ്റെ അമ്മ കഷ്ടപ്പെടരുത്. പിന്നെ ഞങ്ങൾ അമ്മയും മകനുമായുള്ള ഈ ബന്ധം തന്നെ അകന്നു പോകും. ഇത് പറഞ്ഞിട്ട് ഇടക്കണ്ണിട്ട് അവൻ മാലതി അമ്മയെ നോക്കി. അവർ അവനെ കൂർപ്പിച്ചു നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എടാ പൊന്നുമോനെ രൂപേഷേ, ഇത്രയും അമ്മയോട് സ്നേഹമുള്ള ഒരു പൊന്നുമോനാണ് നീയെന്ന് അമ്മ അറിഞ്ഞില്ലല്ലോടാ. അമ്മയ്ക്ക് വേണ്ടിയാണത്രേ അവൻ പെണ്ണ് കെട്ടാതെ ഇരിക്കുന്നത്. ഇതൊക്കെ വല്ല സിനിമയിലും ഡയലോഗാക്കാൻ കൊള്ളാം. എന്നിട്ട് ലോകത്ത് ഒരാൺമക്കളും കല്യാണം കഴിക്കുന്നില്ലല്ലോ. എന്നാ എൻ്റെ പൊന്നുമോൻ കേട്ടോ, നിന്റെ ഭാര്യ നോക്കും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ജീവിക്കണത്. എനിക്ക് മാസം മാസം പെൻഷനുണ്ട്. എൻ്റെ കെട്ടിയോൻ എനിക്ക് പണിത് തന്ന നല്ലൊരു വീടുണ്ട്. പിന്നെ തൃശ്ശൂർ ടൗണിൽ 50 സെൻറ്റ് സ്ഥലവുമുണ്ട്. എന്നെ നോക്കണമെന്ന് വിചാരിച്ച് എൻ്റെ പൊന്നുമോൻ പെണ്ണ് കെട്ടാതിരിക്കണ്ട. പിന്നെ നീ എന്താ പറഞ്ഞേ? മകൻ്റെ സ്നേഹം പങ്കിട്ടു പോകുമെന്ന പേടിയോ? ഇത് തന്നെയല്ലേ ലോകത്ത് നടക്കുന്നത്. കല്യാണം കഴിച്ചാൽ പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കുമാകും 1-ാം സ്ഥാനം. അത് ഈ ലോകത്ത് പതിവാ. നീ വല്ല വിശ്വസിക്കാൻ പറ്റുന്ന നുണ എന്തെങ്കിലും കണ്ടുപിടിച്ച് പറ മോനെ. അല്ല പിന്നെ ഇവനോടൊക്കെ സംസാരിച്ചാൽ ഭ്രാന്ത് വരും എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. കഷ്ടം! ഇത് കേട്ട് നിന്ന രൂപ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെയും പുച്ഛിച്ച് അമ്മയുടെ പിന്നാലെ പോയി. ഇതൊക്കെ കേട്ട് ചമ്മല് മാറ്റാൻ മുഖം ഇളിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രൂപേഷ്. അളിയ രൂപേഷേ, നീ കള്ളത്തരം പഠിച്ച കോളേജിലെ പ്രിൻസിപ്പളാണ് നിന്റെ അമ്മയും ചേച്ചിയും. അവരുടെ അടുത്ത് നിന്റെ ഒരു വേലയും നടക്കില്ല എൻ്റെ പൊന്നളിയോ എന്ന് പറഞ്ഞ് ഒരു ചിരിയും പാസാക്കിക്കൊണ്ട് സൂരജ് അകത്തേക്ക് കയറിപ്പോയി. എന്നെ ഒട്ടും വിടാൻ ഉദ്ദേശമില്ലല്ലോ ദൈവമേ എന്നാലോചിച്ച് രൂപേഷ് അവിടെ തന്നെ നിന്നു. സെറീനയെ എയർപോർട്ടിലാക്കി രാജീവ് തൃശ്ശൂരിലേക്ക് കാറ് തിരിച്ചു. അപ്പോഴും വണ്ടിയിലിരുന്ന് വൈബ്രേഷൻ മൂഡിലിരുന്ന ഫോൺ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. യൂസ്ലെസ് കോളിംഗ്. ഒരു ഭാഗത്ത് കാറ് നിർത്തിയിട്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. മൊത്തം 56 മിസ് കോൾസ്. എന്താടി ഇങ്ങനെ കിടന്ന് വിളിക്കാൻ? നിന്റെ വല്ലവരും ചത്തോ? രാജീവ് ദേഷ്യത്തോടെ ചോദിച്ചു. അത് രാജീവേട്ട, ബാലമോൾക്ക് ഇന്നലെ തുടങ്ങിയ പനിയാണ്. അപ്പുറത്ത് നിന്നും വെപ്രാളപ്പെട്ട് ഒരു സ്ത്രീ ശബ്ദം. അതിനു മൂന്നാറിൽ പോയ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇനി ആനയും അമ്പാരിയും ഞാൻ ഏർപ്പാടാക്കണോ? രാജീവ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല രാജീവേട്ട, എനിക്ക് ഒട്ടും വയ്യ. ഞാൻ ഇന്നലെ ജോലിക്ക് പോയിട്ടില്ല. ഇവിടെ പണിക്ക് വരുന്ന ഭാനു ചേച്ചി ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല. ചേച്ചിയുടെ മകളുടെ കുഞ്ഞു ആശുപത്രിയിലാണത്രേ. ഇന്ന് രാവിലെ വരാമെന്നല്ലേ രാജീവേട്ടൻ പറഞ്ഞത്?
വന്നിട്ട് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. പിന്നെ നീ വിളിക്കുമ്പോഴേക്കും ഓടി വരാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നത് നിന്റെ തന്തയാണല്ലോ അല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മൂന്നാർ ഞാനൊരു കോൺഫറൻസിലാണെന്ന്, ഫോൺ വിളിക്കരുതെന്ന്? എന്നാലും വിളിക്കും മോള്. രാജീവേട്ട, മോൾക്ക് നല്ല പനിയുണ്ട്. എനിക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ വയ്യ. ഞാൻ ഇന്നലെയും ജോലിക്ക് പോയിട്ടില്ല, അവൾ കരഞ്ഞു പറഞ്ഞു. അതെ, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് അടുത്ത പരാതി പറഞ്ഞാൽ മതി. യൂസ്ലെസ് ഫെലോ, നാശം എന്ന് പറഞ്ഞ് രാജീവ് കാറ് മുന്നോട്ടെടുത്തു.